പച്ചപ്പട്ട് വിരിച്ച് നിൽക്കുന്ന കുറച്ച് നെൽപ്പാടം ബാക്കിൽ കാണാം. അത്രയേ ഉള്ളൂ, കുറച്ചില്ല. അപ്പോൾ ഇത് നമ്മളെ തളിപ്പറമ്പ് എക്സ്പ്ലോറിങ് തളിപ്പറമ്പ് വീഡിയോൻ്റെ പാർട്ട് 4. തൽക്കാലം ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. പിന്നെ നമുക്ക് പിന്നെ ഒരു സമയത്ത് ബാക്കിയെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇല്ല, കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പാർട്ട് 4. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വെൽക്കം ടു പുളിയിഞ്ചി. സാൻവിക ഉള്ളിലുണ്ട്, കാണുന്നില്ല. വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു സ്ഥലം കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം തുടങ്ങി, ഈ വർഷം അങ്ങനെ തന്നെ മഴ കാരണം ബുദ്ധിമുട്ടുന്ന, അതായത് മഴ കാരണം നമ്മൾ കണികുന്ന്, സോമേശ്വരം, തളിപ്പറമ്പ് ഈ ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവും ഈ NHൻ്റെ പണി കാരണം ഇടിഞ്ഞു പോയ സ്ഥലമാണ്. ഇടിഞ്ഞു പോയെന്ന് വെച്ചാൽ ഫുള്ള് മണ്ണ് ഇടിഞ്ഞ് എല്ലാ വാർത്ത, അതായത് ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ എല്ലാ ന്യൂസ് ചാനലും വന്ന് കവർ ചെയ്തൊരു സ്ഥലമാണിത്. ഈ NHൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇടിഞ്ഞു പോയ സ്ഥലം, ഇടിഞ്ഞു പോയ, നശിച്ചു പോയ, എന്താ പറയുക, ഒരു അശാസ്ത്രീയമായ നിർമ്മാണം എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു സ്ഥലം കൂടി നമ്മുടെ ഈ ഏരിയയിൽ വരുന്നതാണ്. അത് ഞാൻ വീഡിയോൻ്റെ ആദ്യം അതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. തളിപ്പറമ്പ് വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതം തീർച്ചയായിട്ടും അതിൽ കാണിക്കേണ്ടത് തന്നെയാണ്. എന്താ പറയുക, ഈ ഒരു ചളിയൊക്കെയാണ് ഒഴുകി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിലെ റോഡും ഒക്കെ ചളി, എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരൊറ്റ എന്താ പറയുക, ഈ ഹൈവേൻ്റെ ഈ പണി കൊണ്ട് ഒരു ഇടിഞ്ഞിട്ട് നമ്മൾ റോഡ് പണിയെടുക്കുന്ന ശരി നടക്കട്ടെ, പക്ഷേ ഇടിഞ്ഞു പോകുന്ന കണ്ടോ, അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. എല്ലാ TV-യിലും വന്നതായത് കണ്ട, ഇടിഞ്ഞ് അതുപോലെ വെള്ളക്കെട്ട്, ആ കാണുന്ന വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ടിൻ്റെ അവിടെ തന്നെയാണ് എൻ്റെ വീടും നാടും ഒക്കെ വരിക. ഭയങ്കര ഡേഞ്ചറായൊരു സംഭവമാണിത്. ഈ ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് സംഭവിച്ചതാണെന്ന് വേറെ ഒന്നുമല്ല. ഇത് കഴിഞ്ഞ വർഷം എല്ലാ TV ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 ന്യൂസിൽ ഞാനും എന്നെ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ അപകടകരം, എന്താ പറയുക, മൊത്തത്തിൽ അപകടമായി കിടക്കുന്ന നമ്മുടെ സോമേശ്വരം കുന്നിൻ്റെ മുകളിൽ, അല്ലെ കണികുന്ന് കുന്നിൻ്റെ മുകളിൽ പുളിമ്പറമ്പ് പോകുന്ന റോഡ്. തളിപ്പറമ്പ് ടൗണ് കാണിച്ച കൂട്ടത്തിൽ നമ്മൾ കാണിക്കാൻ വിട്ടുപോയൊരു സ്ഥലമാണ് ശങ്കര പപ്പടം. ഒരുപാട് വർഷം പഴക്കമുള്ള കടയാണിത്. ഇതൊരു വീടായിരുന്നു പണ്ട്. ഇവിടെ നല്ല ഫേമസ്, നല്ല അടിപൊളി പപ്പടം കിട്ടും. ഇത് ചിലവക്കത്താണ്. തളിപ്പറമ്പ് ടൗണിൽ വരുന്ന ആൾക്ക് പപ്പടം വാങ്ങിക്കാൻ പറ്റിയ കട ഇത് ചിലവക്കത്ത. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരും. ഞാനിത് ആ ഫസ്റ്റ് കാണിച്ച വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ ചിലവക്കത്ത് പപ്പടം വാങ്ങാൻ പറ്റിയ അടിപൊളി സ്ഥലം ശങ്കര പപ്പടം. ഇതാണ് ഇവിടെ നമ്മുടെ ചെറുവാക്ക് ജംഗ്ഷനിൽ തന്നെയാണ്. ഇതാണ് സംഭവം. തളിപ്പറമ്പ് ടൗണിൻ്റെ പ്രധാന റോഡ്, അല്ലെങ്കിൽ നമ്മുടെ കോട്ട് റോഡ് എന്ന് പറയും. ഇത് നേരെ പോകുന്നത് കോടതിയിലേക്കാണ്. ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തളിപ്പറമ്പിലെ കോട്ട് റോഡ്. ഈ കോട്ട് റോഡ് നമ്മളങ്ങനെ തന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റൊക്കെ ആയിട്ട് ഒരുപാട് വക്കീലന്മാരും ഓഫീസ് കാണും. കാരണം കോട്ട് റോഡാണ്, ഇവിടെ കോടതിയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ച് കഴിഞ്ഞു. പണ്ടൊക്കെ പോവാറുണ്ടായിരുന്നു അവിടെ. കുറച്ചുകൂടി മുന്നോട്ട് പോയുമ്പോൾ പണ്ടിവിടെ നായനാർ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ ഇവിടെ വേറെ എന്തോ കടയൊക്കെയാണ്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊക്കെ പഠിച്ച കോളേജ്, നാഷണൽ കോളേജ്. ഇതെന്താണെന്ന് വെച്ചാൽ ആ കോളേജിൻ്റെ കുറച്ചും കൂടി ജസ്റ്റ് റൈറ്റ്, ഈ റൈറ്റ് കാണുന്ന റോഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഞാനൊക്കെ പഠിത്തം തുടങ്ങിയ സ്കൂള്, സെൻറ്റ് ജോസ് ഇംഗ്ലീഷ് മീഡിയം. ഈ കാണുന്നതാണ് നമ്മളെ കോടതി. ഈ കാണുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കുട്ടിക്കാലവും ബാല്യവും, എന്താ പറയുക, ഓർമ്മകൾ അയവിറക്കാൻ പറ്റിയ. ഈ കാണുന്നതാണ് നമ്മുടെ സെൻറ്റ് ജോസ് കോൺവെൻറ്റ്. പഠിത്തം തുടങ്ങിയത് ഇവിടുന്ന്. ഇത് പുതിയ ബിൽഡിംഗ് വന്നതാണ്. ഇത് തൊട്ട് താഴെയാണ് സാധനം ഇത് വരിക, സ്കൂള് വരിക. ഈ മുന്നിൽ കാണുന്നത് നമ്മുടെ സെൻറ്റ് ജോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇവിടുന്നാണ് നമ്മൾ പണ്ട് LKG, UKG, 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ പഠിച്ചത്. 6ാം ക്ലാസ്സിൽ പിന്നെ നമ്മൾ സെൻറ്റ് ജോസിൻ്റെ വലിയ സ്കൂളിലേക്ക് മാറി. നമ്മൾ ഓടിക്കളിച്ച മുറ്റം, ഗേറ്റ് അടച്ചിട്ടാണ് ഉള്ളത്.
ഓർമ്മകൾ. അപ്പോൾ സെൻറ്റ് ജോസ് കഴിഞ്ഞ് നമ്മൾ ആ റോഡ് തന്നെ നേരെ താഴേക്ക് അതേ റോഡ് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 കട്ട് വരും. റൈറ്റ് കട്ട് നേരെ പോയി കഴിഞ്ഞാൽ ക്ലാസിക് തിയേറ്റർ. പണ്ട് ക്ലാസിക് ഒറ്റക്കാരന് ഇപ്പോൾ ക്രൗൺ ഉണ്ട്. ഈ റോഡ് ലെഫ്റ്റ് അടിച്ച് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വിവേകാനന്ദ സ്കൂളുണ്ട്. സ്കൂളും കഴിഞ്ഞ് ഇപ്പോൾ കാണിച്ചു തരാം. റൈറ്റ് സൈഡാകുമ്പോൾ സ്കൂളുണ്ട്. സ്കൂളും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള റോഡ്. അതായത് അത് ഒരു മെയിൻ റോഡ് 3 ഓളം ഗേറ്റ് വരുന്നുണ്ട്, 3 ഓളം എൻട്രി വരുന്നുണ്ട്. അതിൽ ഒരു മെയിനായിട്ടുള്ള എൻട്രി ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഈ കാണുന്ന ബോർഡ് ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തും. അത് വേറെ വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമ്മൾ അമ്പലത്തിനെ തൊട്ട് മുട്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഡ്രീം പാലസ് ഓഡിറ്റോറിയം. പിന്നെ ഈ റോഡ് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയാൽ നമുക്ക് മയിൽ, ബാവുപ്പറമ്പ്, മുയ്യം എല്ലാം പിടിക്കാൻ പറ്റും. പിന്നീട് എക്സൈസ് ഓഫീസ് ഉണ്ട്. ഈ കാണുന്നതാണ് തൃച്ചംബരത്തുള്ള നമ്മളെ ശിവ ബേക്കറി. ഇവിടെ നിന്നാണ് നമ്മളൊക്കെ സമയത്തും ചിപ്സും ഒക്കെ വാങ്ങിക്കും. നല്ല ഫ്രഷ്, നല്ല അടിപൊളി ചിപ്സും കിട്ടും, നല്ല അടിപൊളി ബേക്കറി ഐറ്റംസ് കിട്ടും. എല്ലാം ഫ്രഷാണ്, എന്താ പറയുക, നല്ല ടേസ്റ്റുമാണ്, ഒരു ഇതുമില്ലാത്ത നല്ല സാധനം കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഇതിലിടുന്നുണ്ട്. അപ്പോൾ ഈ വഴി വരുന്ന ആൾക്കാർ പെട്രോൾ പമ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് തൃച്ചംബരം. ഈ ഏരിയയിൽ തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കുക. നല്ല കടയാണ്, നല്ല റീസണബിൾ റേറ്റിൽ സാധനം കിട്ടും. ഈ മുന്നിൽ കാണുന്നതാണ് പൂക്കോത്ത് നട. നമ്മുടെ തൃച്ചംബരം അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന ഇവിടെയാണ്. നമ്മളെ കണ്ണൂരാരല്ലാത്ത ആൾക്കാർ, അല്ലാതെ നമ്മളെ ഈ ഒരു വന്നിട്ടില്ലാത്ത ആൾക്കാർ തൃച്ചംബരം അമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവം ഇവിടെയാണ്. കൃഷ്ണനും ബലരാമനും ഓടിക്കളിക്കുക. നമ്മളല്ലാതെ ഈ കാണുന്ന സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഉത്സവം കാണുക. നമ്മുടെ തളിപ്പറമ്പ് ടൗണിൽ തന്നെ ഭയങ്കര സ്പെഷ്യലായ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പവിത്രമായൊരു സ്ഥലമാണ് പൂക്കോത്ത് നട. പിന്നെ ഫേമസ് ആയതാണ് നമ്മുടെ ഈ എന്താ പറയുക ശ്രീ വിക്രാനന്തപുരം ക്ഷേത്രം. ഇത് നമ്മുടെ പൂക്കോത്ത് നടയിൽ തന്നെയാണ്. പൂക്കോത്ത് നടയിൽ നമ്മൾ കയറി തളിപ്പറമ്പ് ടൗണിലേക്ക് പോകുന്ന റോഡിൽ തന്നെയാണ് വിക്രാനന്തപുരം. ഇവിടെ നമ്മൾ നേരെ എന്താ പറയുക, ഈ കുരിശുരൊരു കുന്നുണ്ട്, ആ ഒരു കുന്ന് കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തളിപ്പറമ്പ് മെയിൻ ടൗണിലെത്തി. ഒരുപാട് കടകളും, എന്താ പറയുക, മെയിൻ തളിപ്പറമ്പ് ടൗൺ. വലിയ വലിയ കടകളൊക്കെ ഉള്ള തളിപ്പറമ്പ്. എക്സ്പ്ലോറിങ് തളിപ്പറമ്പ പാർട്ട് 4. അപ്പോൾ തളിപ്പറമ്പിൻ്റെ വേറിട്ട കാഴ്ചകളും അടിപൊളി സ്ഥലങ്ങളും കുറച്ച് കഴിഞ്ഞ് വേറെ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്രേ ഉള്ളൂ. 4 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാർട്ട് 5ഉം 6 ഒക്കെ പിന്നെ ചെയ്യാം. അപ്പോൾ ബൈ.